നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇത് 34 വയസ്സുള്ളൊരു യുവതിയാണ്. ഇവർക്ക് അണ്ടോൽപാദനം തീരെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഗർഭധാരണത്തിന് ശ്രമിച്ചിട്ട് അത് തീരെ സാധ്യമാകുന്നില്ല. 3 വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്, എന്നിട്ടും ഇതുവരെ അത്തരത്തിലുള്ള പ്രോസസ്സിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് PCOD ഉണ്ട്. ഇതെല്ലാം റിലേറ്റഡ് ആണോ? ഇതിൽ എന്തൊക്കെയാണ് പരിഹരിക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാമാണ് അവർക്കറിയേണ്ടത്. എന്താണ് ഡോക്ടർ? അണ്ടോൽപാദനം എന്ന് പറയുമ്പോൾ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മധ്യഭാഗത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് 28 വയസ്സിൽ കൃത്യമായിട്ട് മാസമുറ വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 14-ാം ദിവസമാണ് അണ്ടവിസർജനം നടത്തുന്നത്. അങ്ങനെ അണ്ടം ഓവറിയിൽ നിന്നും, അണ്ടാശയത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ട് പുറത്തേക്ക് വരാത്ത അവസ്ഥയ്ക്കാണ് അനോവുലേഷൻ എന്ന് പറയുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നീണ്ട പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന തലച്ചോറിലുള്ളൊരു ഗ്രന്ഥിയുണ്ട്. ഈ ഹൈപ്പോതലാമസിൽ നിന്നാണ് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഹോർമോൺ വന്നിട്ട് തലച്ചോറിലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ LH, FSH ഇങ്ങനെയുള്ള ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടനൈസിങ് ഹോർമോൺ ഇങ്ങനെയുള്ള ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കും. ഇതാണ് അണ്ടോൽപാദനത്തിന്, ഓവറി അണ്ടാശയത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഈ അണ്ടവിസർജനത്തിന് കാരണമാകുന്നത്. അപ്പോൾ അണ്ടവിസർജനം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന്, ഹൈപ്പോതലാമസിൽ നിന്നുള്ള GnRHൻ്റെ പ്രവർത്തനം നോർമലാണോ, അതിനെന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ? ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള പ്രവർത്തനം LH, FSH ഒക്കെ നോർമലായിട്ട് വരുന്നുണ്ടോ? ഹോർമോണൽ ഇംബാലൻസ് ചുരുക്കത്തിൽ. മറ്റൊന്ന്, ഈ പിറ്റ്യൂട്ടറിയിൽ നിന്ന് തന്നെ സിറം പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വരുന്നുണ്ട്. ഈ പ്രൊലാക്റ്റിൻ കൂടിക്കഴിഞ്ഞാലും ഇതേപോലുള്ള പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇനി ഹോർമോണൽ ഇംബാലൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തൈറോയ്ഡ് ഹോർമോൺ, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ, അതായത് ഹൈപ്പർ തൈറോയിഡിസം വരാം. ചിലപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ കൂടുതൽ വരാം, ചിലപ്പോൾ കുറഞ്ഞു പോകാം. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസവും രണ്ടും ഒരേപോലെ പ്രശ്നക്കാരാണ്. ഈ കുട്ടിക്ക് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ PCOD എന്ന് പറയുന്നത് അണ്ടോൽപാദനം വൈകിക്കാനോ അണ്ടോൽപാദനം നടക്കാതിരിക്കാനോ ഉള്ള ഒരു കാരണമാകാം. അപ്പോൾ PCOD തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യേണ്ട കണ്ടീഷനാണ്. പിന്നെ മറ്റൊന്നുണ്ട്, ഈ ചില തരം, ഇപ്പോൾ ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞു, PCOD ആയി. അതുപോലെ തന്നെ ചിലതരം മെഡിസിൻസ്, ഉദാഹരണത്തിന് ചില സ്റ്റെറോയിഡ്സ് കഴിക്കുന്നവർ, ചില സൈക്യാട്രിക് മെഡിക്കേഷൻസ് കഴിക്കുന്നവർ, എല്ലാ മെഡിസിനും അല്ല, ചില മെഡിസിൻസ്, അതൊക്കെ തന്നെ അണ്ടോൽപാദനത്തിന് തടസ്സം വരുത്താം, വൈകിക്കാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതശൈലിയിലെ ചില പ്രശ്നങ്ങൾ. അതിൽ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് പൊണ്ണത്തടി. നല്ല തടിയുള്ള സ്ത്രീകൾ ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ ആയില്ല എന്ന് വരാം. പ്രത്യേകിച്ച് ഈ തടിയുള്ള സ്ത്രീകൾക്ക് നല്ലൊരു ശതമാനം ആൾക്കാർക്കും പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി പോളിസിസ്റ്റിക് ഓവറി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തടി കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്, ഒരു വിഷയ സർക്കിൾ പോലെയാണ്. PCOD വരുമ്പോൾ തടി കൂടും, തടി കൂടുമ്പോൾ PCOD വരും, ഇങ്ങനൊരു ബന്ധമുണ്ട്. അപ്പോൾ PCOD ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ സ്റ്റെറോയിഡ്, ചില മെഡിസിൻസിൻ്റെ പാർശ്വഫലങ്ങൾ, അതുപോലൊപ്പം ജീവിതശൈലിയിൽ വരുന്ന മറ്റൊരു കാര്യം, ഒന്ന് ചിലർ വളരെ കൃശഗാത്രിയായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് അണ്ടർ വെയ്റ്റും ഓവർ വെയ്റ്റും ഒരേപോലെ പ്രശ്നക്കാരാണ്. ഇത് രണ്ടും ഒരു ഗൈനക്കോളജിസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ചിലർ വെയിറ്റ് കുറയ്ക്കാനൊക്കെ അമിതമായിട്ട് റെഗുലർ എക്സർസൈസ് ചെയ്യുന്നവർ, അമിതമായ എക്സർസൈസുകൾ പ്രശ്നം ഉണ്ടാക്കാം. അതുപോലെ മെൻ്റൽ സ്ട്രെസ്, ചിലപ്പോൾ ഓക്യുപ്പേഷണൽ സ്ട്രെസ് ആയിരിക്കാം, ഒരു IT അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ. അപ്പോൾ ഒരുപാട് സിവിയർലി ഉള്ള മെൻ്റൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹോർമോണൽ ഫങ്ഷനെ ബാധിക്കും. അതായത് LH, FSH തുടങ്ങിയ സാധനങ്ങളുടെ പ്രൊഡക്ഷനെ അത് അഫക്റ്റ് ചെയ്യും. അഫക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഗർഭധാരണം വൈകാനും അണ്ടവിസർജനം ഉണ്ടാകാതിരിക്കാൻ ഇതിനൊക്കെ കാരണമാകാം. അപ്പം മൾട്ടിപ്പിൾ കോസസ് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിന് ചെയ്യേണ്ടത് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ അവർ നിർദ്ദേശിക്കുന്ന പരിശോധനകൾ ചെയ്ത് അവരുടെ മാർഗ്ഗനിർദ്ദേശത്തിൽ മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീർച്ചയായിട്ടും കഴിയും.